नमस्ते सर्वोदय प्यारे बच्चों, आदाब। आप सबको ठीक है? अच्छा है। ऑनलाइन क्लास का पढ़ाई कैसे चल रही है? अच्छा है ना? ओह जी, शुक्रिया। हम पिछले क्लास में क्या पढ़ा? हमने पिछले क्लास में साजन के बारे में पढ़ा है। अच्छा है। साजन कौन है? हाँ, लक्ष्मी का बेटा है। वो अब कौन है? ओ, वो अब आईएएस पास हो गया बच्चा है। ठीक है। लक्ष्मी कौन है? लक्ष्मी एक मामूली औरत है। ठीक है। लक्ष्मी के बारे में हमको फिर क्लास में फिर भी पढ़ेगा, लेकिन हम आज ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്നലെ എടുത്തതിൻ്റെ നേരെ ബാക്കിയാണ് അല്ലേ? ഇന്നലെ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? ആ, സാജനോട് ചോദിച്ചു അല്ലേ? പത്രക്കാരും ചാനൽ വാലയും എല്ലാവരും കൂടി ലക്ഷ്മിയെയും സാജനെയും വട്ടം പിടിച്ച് ചോദിച്ചു അല്ലേ? സാജനോട് എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഈ മനോഹരമായ വിജയത്തിൻ്റെ പിന്നിലുള്ള കരങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ സാജൻ എന്തായിരിക്കും മറുപടി പറഞ്ഞത് എന്നായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ओके, अब നമുക്ക് നോക്കാം. साजन ने माम की तरफ इशारा करते हुए कहा, मेरी सारी कामयाबों की हकदार सिर्फ मेरी माम ही है. मेरी माम ही है. कैसे? मेरी माँ दुकानों की सफाई के लिए जाया करती थी. बड़ी मुश्किल से घर के अखराजात और मेरी पढ़ाई के लिए रुपया जमा करती थी. आज मेरी माम की मेहनत रंग लाई. अखबार और चैनल वालों ने कई सवालात किए. लक्ष्मी अपनी कहानी जज्बाती अंदाज में कहने लगी. बच्चों, लक्ष्मी अपनी कहानी कहने लगी. मेरे शौहर के इंतकाल के वक्त साजन की उम्र 8 साल और मालती की उम्र 5 साल की थी. हम गाँव में खेत के किनारे एक झोंपड़ी में रहा करते थे. जिंदगी गुजारने के लिए मेहनत मजदूरी करनी पड़ी. मुख्तलिफ घरों में काम करती और साथ साथ दुकानों और गलीचों की सफाई भी करती थी. इन्हें तत्काल നമുക്ക് ഇത്ര മതി. सब बच्चों एक बार वो पैराग्राफ पढ़िए. ठीक है, ശ്രദ്ധിക്കും. ഇനി നമുക്ക് അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം അല്ലേ? സാജനോട് പത്രക്കാരും അതുപോലെ ചാനലുകാരൊക്കെ ചോദിച്ച ചോദ്യത്തിന് സാജൻ എന്താ മറുപടി പറഞ്ഞു കൊടുത്ത അറിയോ? സാജൻ മേ उसकी माम की तरफ इशारा करते हुए कहा. സാജൻ എന്ത് ചെയ്തു? തൻ്റെ അമ്മയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടിച്ചിട്ട് പറഞ്ഞു, മേരി സാരി കാമിയാബിയോം കി ഹക്ദാർ സിറഫ് മേരി മാം ഹി ഹെ. എൻ്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഒരേ ഒരാളാണ്, അതെൻ്റെ അമ്മയാണ് എന്ന് സാജൻ പറഞ്ഞു കൊടുത്തു. പിന്നെ മേരി മാം ദുക്കാനോം കി സഫായി കെ ലിയെ ജായ കർത്തി തി. എൻ്റെ അമ്മ പീടികളിലെ നമ്മൾ അങ്ങാടികളിലെ പീടികളൊക്കെ എൻ്റെ മുന്നിലൊക്കെ ആകെ ചപ്പു ചവറുകൾ കൂടിയാണ്, അതൊക്കെ വൃത്തിയാക്കാൻ പോകുമായിരുന്നു എൻ്റെ അമ്മ. ബഡി മുഷ്കിൽ സെ ഘർ കെ അഖ്റാജാത്ത് ഓർ മേരി പഠായി കെ ലിയെ റുപ്പയ ജമ കർത്തി തി. വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു വീട്ടിലെ ചെലവുകളും അതിനോടൊപ്പം തന്നെ എൻ്റെ പഠനത്തിനു വേണ്ടിയിട്ട് ഉമ്മ
കണ്ടെത്തിയിരുന്നത്, അല്ലേ? വീട്ടിൽ വളരെ പട്ടിണി കിടന്നിട്ടും ഒക്കെയായിരുന്നു എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കിയിരുന്നു. അജ് മേരി മാം കി മഹനത് രംഗിലായി ഹേ. എന്നിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ അമ്മയുടെ ആ അധ്വാനത്തിന് ഫലം വന്നു, എന്ന് എൻ്റെ അമ്മയുടെ അധ്വാനത്തിന് ഒരു റിസൾട്ട് കിട്ടി. എന്താ? അഖ്ബാർ और चैनल वालों ने कई सवालात किए, ലക്ഷ്മി अपनी कहानी जज्बाती के अंदाज में कहने लगी. ഇത് കേട്ടപ്പോൾ പത്രക്കാരും ചാനലുകാരൊക്കെ എന്ത് ചെയ്തു എന്നറിയാം, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്തു? ലക്ഷ്മി തൻ്റെ ആ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് പത്രക്കാരോട്. എങ്ങനെയാണ് ലക്ഷ്മി ഇങ്ങനെ ആയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് കഥ? ഇനിയാണ് നമ്മൾ കഥ പറയാൻ പോകുന്നത്, കേട്ടോട്ടാ. मेरे शौहर के इंतकाल के वक्त साजन की उम्र 8 साल. मेरे शौहर के इंतकाल के वक्त, എൻ്റെ ഭർത്താവിൻ്റെ മരണസമയത്ത് സാജന് വെറും 8 വയസ്സായിരുന്നു. അവർ മാലതിക്ക് ഉംർ 5 സാൽ കീത്തി. അവൻ്റെ അനിയത്തിയായ മാലതിക്ക് വയസ്സ് 5 ഹം गाँव में खेत के किनारे एक झोंपड़ी में रहा करते थे. ഞങ്ങൾ ഗ്രാമത്തിലെ വയലിൻ്റെ അടുത്ത് ഒരു കുടിലിലായിരുന്നു ഞങ്ങളുടെ താമസമുണ്ടായിരുന്നത്. ജിന്ദഗി ഗുസാർനെ കെ ലിയെ മെഹനത് മസ്ദൂരി കർണി പടി. ജീവിതം കഴിച്ചു കൂട്ടാൻ ഒരു അധ്വാനിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ തൊഴിലാളി ആവേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ജീവിക്കണമെന്നുണ്ടെങ്കിൽ തൊഴിൽ വേണം, അല്ലെങ്കിൽ ജോലി വേണം എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. മുഖ്തലിഫ് घरों में काम करती और साथ साथ दुकानों को और गली को चूम की सफाई भी करती रही. അങ്ങനെ എന്ത് ജോലിയാണ് ഞാൻ ചെയ്യുക എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്? ഒരുപാട് വീടുകൾ, മുഖ്തലിഫ് ഘറോമേ, വ്യത്യസ്ത വീടുകളിൽ പോയിട്ട് ഞാൻ ജോലി ചെയ്യും. എന്നിട്ട് അതിനോട് കൂടെ തന്നെ ദുക്കാനോം കി ഓർ ഗലീമേ, കടകളിലെ തെരുവുകളിൽ, കടകളൊക്കെ നിൽക്കേണ്ട തെരുവുകളിൽ പോയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ അടിച്ചു വാരി കൊണ്ട് വൃത്തിയാക്കി കൊണ്ട് നടക്കും. ഈ 2 പണിയും ഒരുമിച്ച് നടന്നിട്ട് എന്നിട്ടും പൈസയൊന്നും ഉണ്ടാക്കിയില്ല. എന്നാലും തൻ്റെ വീട്ടിലെ ചിലവൊക്കെ ചുരുക്കി തൻ്റെ മകൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു ഭാവി തൻ്റെ മകനുണ്ടാവണമെന്ന് കരുതിയിട്ട് ആ അമ്മ കഷ്ടപ്പെടുകയായിരുന്നു. അമ്മയുടെ കഥ ഇനിയും തുടരും. നമുക്കിതിൻ്റെ ബാക്കി തൽക്കാലം എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോൾ ലക്ഷ്മി ആരാണ് എന്നുള്ളതിൻ്റെ പറയാൻ പോവുകയാണ്. ലക്ഷ്മിയുടെ കഥയും നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കഥയുടെ തുടക്കം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഈ കഥയുടെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും ഈ എടുത്ത പാഠം വരെ ഒന്ന് പ്രത്യേകം വായിച്ച് നോക്കേണ്ടതാണ്.